വർക്ക് പ്രഷർ, മെന്റലി ആൻഡ് ഫിസിക്കലി വരുന്ന സ്ട്രെസ്, ഓവർ സ്ട്രെയിൻ, ജീവിത രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിങ്ങനെ പല ഫാക്ടേഴ്സും മൈഗ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. സോ അവര് രണ്ട് കാര്യങ്ങളാണ് ചിന്തിക്കുക. ഒന്ന്, ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മൈഗ്രെയിൻ മാറ്റാം, അല്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദന സഹിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തത് കൊണ്ട് മൈഗ്രെയിൻ മാറണമെന്നില്ല. മാത്രമല്ല, തലവേദന സഹിച്ചുകൊണ്ട് നിങ്ങൾ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തലവേദന പിന്നീട് കൂടി വരികയും ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. ഇതിന് രണ്ട് പ്രതിവിധിയാണുള്ളത്. ഒന്ന്, മാക്സിമം ഹെൽത്തി ആയ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. രണ്ട്, പ്രോപ്പർ ആയ ട്രീറ്റ്മെന്റ് എടുക്കുക. ഹോമിയോപ്പതിയിൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മാത്രമല്ല, ഒരാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അവർക്ക് അനുഭവപ്പെടുന്ന സിംറ്റംസ്, ബിഹേവിയർ, ക്യാരക്ടർ, ചെയ്യുന്ന ജോലി, ലൈഫ് സ്റ്റൈൽ എന്നിങ്ങനെ പല ഫാക്ടേഴ്സും മെഡിസിൻ സെലക്ട് ചെയ്യുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓരോ വ്യക്തിയെയും അടിസ്ഥാനമാക്കിയുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുകയും കൃത്യമായ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടെ ഫോളോ ചെയ്യുമ്പോൾ തലവേദനയുടെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഒപ്പമുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളും ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും കുറഞ്ഞു വരുന്നത് കൊണ്ട് മൈഗ്രെയിൻ ഇഫക്റ്റീവായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.